പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോയില് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള റിലേറ്റഡ് ഫാക്ടുകളും നമ്മൾ ചർച്ച ചെയ്യും. അപ്പൊ എന്തായാലും നമുക്ക് സംസാര സമയങ്ങൾ എന്റെ ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, പ്രോജക്ട് ചീറ്റയുടെ ഭാഗമായിട്ട് ആദ്യഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ആഫ്രിക്കൻ ചീറ്റകൾ ഏത് രാജ്യത്ത് നിന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം, നമ്മുടെ നരേന്ദ്രമോദി പ്രോജക്ട് ചീറ്റ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൊണ്ടുവരികയും അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ വംശനാശം സംഭവിച്ച ചീറ്റകളെ എത്തിക്കുകയും ചെയ്തല്ലേ. അപ്പൊ ഇതില് ഏത് രാജ്യത്തു നിന്നാണ് ചീറ്റകൾ എത്തിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം നമീബിയ ആണ് കേട്ടോ. നമീബിയ. ഓക്കെ, നമീബിയ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ചീറ്റകളെ ഇന്ത്യയിലേക്ക് എത്തിച്ചത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോജക്ട് ചീറ്റയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ട് ആദ്യഘട്ടത്തിൽ 8 ചീറ്റപ്പുലികളെയാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിച്ചത്. ഓക്കെ, മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കിലാണ് ഇവയെ തുറന്നു വിട്ടിട്ടുള്ളത്. അപ്പൊ നമീബിയ എന്ന് കൊണ്ടുവന്നിട്ടുള്ള ഈ 8 ചീറ്റകളെ തുറന്നു വിട്ടിട്ടുള്ള എവിടെയാണ്? മധ്യപ്രദേശിലെ കുനോ എന്ന് പറയുന്ന നാഷണൽ പാർക്കിലാണ്. കുനോ നാഷണൽ പാർക്കിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവയെ തുറന്നു വിട്ടിട്ടുള്ളത് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 75 വർഷങ്ങൾക്ക് മുമ്പ് 75 ആ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ഈ ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് ചീറ്റകൾ എത്തുന്നത് എന്ന് പറയുമ്പോൾ ഈ ഒരു സമയത്തിന് മുന്നേ കുനോയിലായിരുന്നു ഈ ചീറ്റപ്പുലികൾ അതിന്റെ ഒരു ആവാസ വ്യവസ്ഥാ കേന്ദ്രം എന്ന് പറയുന്നത് ഈ ഒരു മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കിലായിരുന്നു. പക്ഷേ ഒരു 1952 കാലഘട്ടങ്ങളിലെ ആയപ്പോഴത്തേക്കും ഈ ചീറ്റപ്പുലികൾക്ക് വംശനാശം സംഭവിച്ചു ഇന്ത്യയിൽ. ഓക്കെ, അപ്പൊ ഏകദേശം 70 വർഷത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ ചീറ്റപ്പുലികൾ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത്. ഓക്കെ, അപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ചീറ്റപ്പുലികൾ എന്ത് ചെയ്തിട്ടുള്ളത്, കുനോ നാഷണൽ പാർക്കിലേക്ക് ഔപചാരികമായിട്ട് കൂട് തുറന്നു വിട്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ പ്രോജക്ട് ചീറ്റയെ കുറിച്ച് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ചീറ്റപ്പുലികൾ 8 എണ്ണമാണ് വന്നിട്ടുള്ളത്. നമീബിയ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്തിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചീറ്റപ്പുലികളെ എത്തിച്ചിട്ടുള്ളത്. മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കിലാണ് ഇവയെ തുറന്നു വിട്ടിട്ടുള്ളത്. ഏകദേശം 70 വർഷത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലെ ചീറ്റപ്പുലികൾ എത്തുന്നത്. അതുപോലെ തന്നെ 52 ആയപ്പോഴത്തേക്കും ഇന്ത്യയിലെ ചീറ്റപ്പുലികൾ എന്ത് ചെയ്തിട്ടുള്ള വംശനാശം സംഭവിച്ചു എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ശനിയുടെ വലയത്തിന് കാരണമാകുന്നു എന്ന് ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ച ഉപഗ്രഹം ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ശനിയുടെ വലയത്തിന് കാരണമാകുന്നത് ഒരു ഉപഗ്രഹം അല്ലെങ്കിൽ ഒരു ഉപഗ്രഹമാണ് എന്ന് ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏത് ഉപഗ്രഹമാണ് ശനിയുടെ വലയത്തിന് കാരണം എന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ക്രൈസാലിസ് ആണ് കേട്ടോ. ക്രൈസാലിസ് എന്ന് പറയുന്ന, ശ്രദ്ധിക്കുക, ക്രൈസാലിസ്. ഓക്കെ, ക്രൈസാലിസ് എന്ന് പറയുന്ന ഒരു ഉപഗ്രഹമാണ് ശനിയുടെ വലയത്തിന് കാരണമെന്നാണ് ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ശനിയുടെ വലയത്തിന് കാരണം ക്രൈസാലിസ് എന്ന് പറയുന്ന ഉപഗ്രഹമാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഇത് കണ്ടുപിടിച്ചത് നമ്മുടെ മസാച്യുസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അല്ലെങ്കിൽ MITയിലെ ശാസ്ത്രജ്ഞന്മാരാണ് ഈ ഒരു കാര്യം കണ്ടുപിടിച്ചത്. ശനിയുടെ വലയത്തിന് കാരണം ക്രൈസാലിസ് എന്ന് പറയുന്ന ഉപഗ്രഹമാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് മസാച്യുസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞന്മാരാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഈ ക്രൈസാലിസ് എന്ന് പറയുന്നത് 160 കോടി വർഷം മുമ്പ് അസ്ഥിരമായിരുന്ന ഒരു ഉപഗ്രഹമായിരുന്നു എന്നാണ് പറയുന്നത്. 160 വർഷങ്ങൾക്ക് മുമ്പ് അസ്ഥിരമായിരുന്ന ഒരു ഉപഗ്രഹമാണ് ഈ ക്രൈസാലിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡ്രാഗൺ സ്റ്റോം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ഡ്രാഗൺ സ്റ്റോം എന്നറിയാം? അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. DRAGON, ഡ്രാഗൺ സ്റ്റോം. ഈ ഡ്രാഗൺ സ്റ്റോം എന്ന് പറയുന്നത് ഒരു കൊടുങ്കാറ്റാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഒരു കൊടുങ്കാറ്റാണ് എന്ത് നമ്മുടെ ഡ്രാഗൺ സ്റ്റോം. ഈ ഡ്രാഗൺ സ്റ്റോം എന്ന് പറയുന്ന കൊടുങ്കാറ്റ് കാണപ്പെടുന്ന മേഖല എന്ന് പറയുന്നത് ഏതിലാണ്? ശനിയിലാണ് കേട്ടോ. അപ്പോൾ ഡ്രാഗൺ സ്റ്റോം എന്ന് പറയുന്ന കൊടുങ്കാറ്റ് കാണപ്പെടുന്നത് ശനിയിലാണെന്ന് അറിഞ്ഞിരിക്കുക. ഡ്രാഗൺ സ്റ്റോം എവിടെയാണ്? ശനിയിലാണ്. അതുപോലെ തന്നെ നിലവിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ള ഗ്രഹം ഏതാണെന്ന് അറിയാമോ? നിലവിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ള ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? ശനിക്കാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ളത്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഹൈജൻസ് ആണ് ശനിയുടെ വലയങ്ങൾ കണ്ടുപിടിച്ചത്. അപ്പൊ ശനിയുടെ വലയങ്ങൾ കണ്ടുപിടിച്ചത് വലയങ്ങൾ കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ക്രിസ്ത്യൻ ഹൈജൻസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ആരാണ്? ക്രിസ്ത്യൻ. ഓക്കെ, ക്രിസ്ത്യൻ ഹൈജൻസ്. ഓക്കെ, ക്രിസ്ത്യൻ ഹൈജൻസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ശനിയുടെ വലയങ്ങൾ കണ്ടുപിടിച്ച ആരെന്ന് ചോദിച്ചാല് അത് ക്രിസ്ത്യൻ ഹൈജൻസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഈ ശനിയുടെ ഈ ഒരു വലയങ്ങൾക്കുള്ളിൽ കുറച്ച് വിടവുണ്ട്. ഈ വിടവിനെ പറയുന്ന പേര് കാസിനി വിടവ് എന്നാണ്. കാസിനി
വിടവ്. അപ്പൊ എന്താണ് കാസിനി വിടവ്? ഈ ശനി ഇങ്ങനെ ഇരിക്കും, ഇത് ശനിയാണെന്ന് വെച്ചോളൂ, ഇത് ശനിയുടെ വലയങ്ങളാണ്. ഈ വലയത്തിന്റെ ഇടയിൽ ചെറിയ സ്പേസ് ഉണ്ട്, ഈ സ്പേസിനെ പറയുന്ന പേരാണ് കാസിനി വിടവ് എന്ന് പറയുന്നത്, കാസിനി വിടവ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ശനിയുടെ വലയത്തിന് കാരണമാകുന്നു എന്ന് ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ച ഉപഗ്രഹം എന്ന് ചോദിച്ചാല് ക്രൈസാലിസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ക്രൈസാലിസ് എന്ന് പറയുന്ന ഉപഗ്രഹമാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത് ഏകദേശം 160 വർഷങ്ങൾക്ക് മുമ്പ് അസ്ഥിരമായിരുന്ന ഒരു ഉപഗ്രഹമാണ് ക്രൈസാലിസ്. ഇത് കണ്ടുപിടിച്ചത് മസാച്യുസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞരാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ളത് ശനിക്കാണ്. ഡ്രാഗൺ സ്റ്റോം എന്ന് പറയുന്ന കൊടുങ്കാറ്റുള്ളത് ശനിയിലാണ്. ഈ ശനിയുടെ ഉപഗ്രഹങ്ങൾക്കിടയിലെ വിടവിനെ പറയുന്ന പേരാണ് എന്താണ്? കാസിനി വിടവ് അല്ലെ, കാസിനി വിടവ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ശനിയുടെ വലയങ്ങൾ കണ്ടുപിടിച്ച ആരെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യൻ ഹൈജൻസ് ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2022 സെപ്റ്റംബറിൽ ഫോബ്സിന്റെ റിയൽ ടൈം ലോക സമ്പന്നർ പട്ടികയിൽ 2ാം സ്ഥാനത്തെത്തിയ ഇന്ത്യക്കാരനായിരുന്നാണ് ചോദ്യം. നമുക്കറിയാം 2022 സെപ്റ്റംബറിൽ ഫോബ്സ് എന്നാണ്, ഇത് ഫോബ്സ് ആണ്. ഫോബ്സിന്റെ റിയൽ ടൈം ലോക സമ്പന്നരുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തെത്തിയ ഇന്ത്യക്കാരനായിരുന്നു വെച്ചാൽ ആരാണ്? ഗൗതം അദാനിയാണ് അല്ലെ, ഗൗതം അദാനി. ഓക്കെ, നമുക്കറിയാം ഗൗതം അദാനി നമ്മുടെ വിഴിഞ്ഞം പോർട്ടൊക്കെ ഇപ്പൊ നിലവില് ഗൗതം അദാനിയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ 2022 സെപ്റ്റംബറിൽ ഫോബ്സിന്റെ റിയൽ ടൈം സമ്പന്നരുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തെത്തിയ ഇന്ത്യക്കാരനായിരുന്നു വെച്ചാൽ അത് ഗൗതം അദാനിയാണെന്ന് അറിഞ്ഞിരിക്കുക. പക്ഷേ ഒരുപാട് നേരം ഗൗതം അദാനി 2ാം സ്ഥാനത്ത് നിന്നില്ല എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം ഒരു ലോകോത്തര ആഡംബര ഫാഷൻ ബ്രാൻഡാണ് നമ്മുടെ ലൂയി വിറ്റോൺ അല്ലെ, ലൂയി വിറ്റോൺ. ഈ ലൂയി വിറ്റോണിന്റെ സ്ഥാപകനാണ് ബെനറ്റ് അർണോൾഡ്. ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? ഗൗതം അദാനി 2ാം സ്ഥാനത്തേക്ക് എത്തി. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നു? ഈ ലൂയി വിറ്റോണിന്റെ സ്ഥാപകനായിട്ടുള്ള നമ്മുടെ ബെനറ്റ് അർണോൾഡ് എന്ന് പറയുന്ന ആള് ഈ ഗൗതം അദാനിയെ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിലവിലെ ഗൗതം അദാനി 3ാം സ്ഥാനത്താണ്. പക്ഷെ കുറച്ചു നേരത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഫോബ്സിന്റെ റിയൽ ടൈം മാസികയില് അല്ലെങ്കിൽ റിയൽ ടൈം സമ്പന്നരുടെ പട്ടികയില് 2ാം സ്ഥാനത്തുണ്ടായിരുന്നു ആര്? നമ്മുടെ ഗൗതം അദാനി. 1ാം സ്ഥാനത്ത് നമുക്കറിയാം നമ്മുടെ ടെസ്ല, സ്റ്റാർലിങ്ക്, അതുപോലെ തന്നെ സ്പേസ് എക്സിന്റെ ഒക്കെ സ്ഥാപകനായിട്ടുള്ള ആരാണ്? എലോൺ മസ്ക് ആണ് അല്ലെ, എലോൺ മസ്ക്. ഓക്കെ, എലോൺ മസ്ക് ആണ് ഇപ്പോഴും നിലവില് 1ാം സ്ഥാനത്തുള്ള സമ്പന്നരുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളത് എലോൺ മസ്ക് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഈ പുള്ളിക്കാരനാണ് സ്പേസ് എക്സ്, ടെസ്ല എന്നീ കമ്പനികളുടെ സ്ഥാപകനാണ് ആര്? നമ്മുടെ എലോൺ മസ്ക്. അപ്പൊ എലോൺ മസ്ക് ആണ് നിലവില് ലോക സമ്പന്നരുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം ജെഫ് ബെസോസ്. ആരാണ് ജെഫ് ബെസോസ്? ആമസോണിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആയിട്ടുള്ളതാണ് നമ്മുടെ ജെഫ് ബെസോസ്. ജെഫ് ബെസോസിനാണ് 4ാം സ്ഥാനം കേട്ടോ. ജെഫ് ബെസോസിന് 4ാം സ്ഥാനമാണ് ജെഫ് ബെസോസ്. ഓക്കെ, ജെഫ് ബെസോസിന് 4ാം സ്ഥാനമാണ്. അപ്പൊ 1ാം സ്ഥാനത്ത് എലോൺ മസ്ക് ആണ്. 2ാം സ്ഥാനത്ത് നിലവില് നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൂയി വിറ്റോൺ എന്ന് പറയുന്ന കമ്പനിയുടെ സ്ഥാപകനായിട്ടുള്ള ബെർണഡ് ആണ്. ബെർണഡ്, അദ്ദേഹത്തിന്റെ പേര് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ബെനറ്റ് അർണോൾഡ് ആണ് 2ാം സ്ഥാനത്ത്. 3ാം സ്ഥാനത്ത് ഗൗതം അദാനിയാണ്. 4ാം സ്ഥാനത്ത് ജെഫ് ബെസോസ് ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത അതുപോലെ തന്നെ ഏറ്റവും ധനികരായിട്ടുള്ള മലയാളികളുടെ സ്ഥാനത്ത് 1ാം സ്ഥാനം നിൽക്കുന്ന ആര് തന്നെയാണ്? നമ്മുടെ യൂസഫ് അലിയാണ് കേട്ടോ. MA യൂസഫ് അലിയാണ്. ലോക പട്ടികയിൽ 512ാം സ്ഥാനമാണ് പക്ഷെ അദ്ദേഹത്തിനുള്ളത്. ഓക്കെ, ലോക പട്ടികയിൽ 512 ആണ്. മലയാളികളുടെ കണക്കിലാണെങ്കിൽ 1ാം സ്ഥാനമാണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. അടുത്ത ചോദ്യം 2022 സെപ്റ്റംബറിൽ പ്രഭാത് ബുക്ക് ഹൗസിന്റെ നേതൃത്വത്തിൽ കുമാരനാശാന്റെ ഏത് കൃതിയുടെ 100ാം വാർഷികമാണ് ആഘോഷിച്ചതെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, 2022 സെപ്റ്റംബറിൽ പ്രഭാത് ബുക്ക് ഹൗസിന്റെ നേതൃത്വത്തിൽ കുമാരനാശാന്റെ ഏത് കൃതിയാണ് ഏത് കൃതിയുടെ 100ാം വാർഷികമാണ് ആഘോഷിച്ചത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ചണ്ടാല ഭിക്ഷുകി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചണ്ടാല ഭിക്ഷുകി? ഓക്കെ, ചണ്ടാല ഭിക്ഷുകി കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ചണ്ടാല ഭിക്ഷുകി എന്ന് പറയുന്ന കവിതയുടെ 100ാം വാർഷികമാണ് 2022 സെപ്റ്റംബറിൽ പ്രഭാത് ബുക്ക് ഹൗസിന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചത് എന്നറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടാഗോർ, നമുക്കറിയാം നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ അല്ലെ. അപ്പൊ രവീന്ദ്രനാഥ് ടാഗോറിനോടുള്ള ബഹുമാന സൂചകമായി കുമാരനാശാൻ രചിച്ച കൃതി ഏതാണെന്ന് അറിയാമോ? ദിവ്യകോകിലം. ശ്രദ്ധിക്കുക, ദിവ്യകോകിലം. ഇതൊരു റയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ദിവ്യകോകിലം. അപ്പൊ ദിവ്യകോകിലം എന്ന് പറയുന്ന ഈ കൃതി നമ്മുടെ ടാഗോർ, രവീന്ദ്രനാഥ ടാഗോറിന്റെ ബഹുമാനാർത്ഥമാണ് അദ്ദേഹം എഴുതിയത് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം ഏതാണെന്ന് അറിയാമോ? മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം അത് എഴുതിയത് നമ്മുടെ കുമാരനാശാനാണ്. അദ്ദേഹത്തിന്റെ വീണപൂവാണ് അല്ലെ, വീണപൂവ്. അതുപോലെ തന്നെ 1913 നമ്മുടെ കുമാരനാശാൻ ശ്രീമൂലം പ്രഭാസഭയിൽ അംഗമാവുന്നുണ്ട്.
1913 കുമാരനാശാൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാവുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കുമാരനാശാൻ എന്ന ജീവിത ചരിത്രം എഴുതിയതാരെന്നറിയാമോ? കുമാരനാശാൻ എന്ന് പറയുന്ന ജീവിത ചരിത്രം എഴുതിയതാരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ആരാണ്? കെ സുരേന്ദ്രനാണ് കേട്ടോ. കെ സുരേന്ദ്രൻ. ഓക്കെ, കെ സുരേന്ദ്രനാണ് കുമാരനാശാൻ എന്ന് പറയുന്ന ജീവിത ചരിത്രം എഴുതിയത്. കെ സുരേന്ദ്രനാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഡോക്ടർ പൽപ്പുവിന്റെ മാനസപുത്രൻ എന്നറിയപ്പെടുന്നതും ആരെ തന്നെയാണ്? കുമാരനാശാനെയാണ്. ഡോക്ടർ പൽപ്പുവിന്റെ മാനസപുത്രൻ എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ അതും കുമാരനാശാനെ തന്നെയാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോ ചണ്ടാല ഭിഷുകിയുടെ 100ാം വാർഷികമാണ് ഇപ്പോൾ ആഘോഷിച്ചത്. ദിവ്യഗോകുലം എന്നത് ടാഗോറിനെ ബഹുമാനിച്ച് അദ്ദേഹം എഴുതിയതാണ്. 1913 അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാവുന്നുണ്ട്. നമ്മുടെ ഡോക്ടർ പൽപ്പുവിന്റെ മാനസപുത്രൻ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ കുമാരനാശാൻ എന്ന് പറയുന്ന എന്താണ് ജീവിത ചരിത്രം എഴുതിയത് ആരാണ്? കെ സുരേന്ദ്രനാണ്. ഇത്രയും കാര്യങ്ങൾ തെറ്റാതെ പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വിൽക്കുന്ന രണ്ടാമത്തെ രാജ്യം ഏതെന്നാണ് ചോദ്യം. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വിൽക്കുന്ന രണ്ടാമത്തെ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏതെന്നറിയാമോ? അത് സൗദി അറേബ്യ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഏതാണ്? സൗദിയാണ് കേട്ടോ. സൗദി അറേബ്യയാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വിൽക്കുന്ന രണ്ടാമത്തെ രാജ്യം. അപ്പൊ ലോകത്തെ 3ാമത്തെ വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതി രാജ്യമാണ് ഏതെന്ന്? ഇന്ത്യ. ഓക്കെ, അപ്പൊ ലോകത്തെ 3ാമത്തെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതി രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് എന്താണ്? ഇന്ത്യയാണ്. അപ്പൊ ഇറക്കുമതി ചെയ്യുന്നതിൽ 3ാം സ്ഥാനത്ത് ആരാണ്? നമ്മുടെ ഇന്ത്യയാണെന്ന് അറിഞ്ഞിരിക്കുക. ഏകദേശം ഇന്ത്യയിൽ ഓഗസ്റ്റിൽ പ്രതിദിനം 8.63 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് എന്ത് ചെയ്യുന്നത്? സൗദി അറേബ്യയിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആഫ്രിക്കയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ വെട്ടിക്കുറച്ചതിനാലാണ് ഇന്ത്യക്കുള്ള എണ്ണയിൽ ഒപെക് രാഷ്ട്രങ്ങളുടെ വിഹിതം 59.8% താഴ്ന്നത്. ഓക്കെ, ഇന്ത്യക്ക് ഏറ്റവും വലിയ ഇന്ധന വിതരണ രാജ്യം ഏതെന്ന് വെച്ചാൽ ഇറാഖ് ആണ് കേട്ടോ. ശ്രദ്ധിക്കുക, ഇറാഖാണ് ആദ്യ സ്ഥാനത്ത് ഇറാഖ് ആണെന്ന് അറിഞ്ഞിരിക്കുക. 2ാം സ്ഥാനത്താണ് ആര്? നമ്മുടെ സൗദി അറേബ്യ. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് ഇറാഖിൽ നിന്നാണ്. 2ാമത്തെ രാജ്യമാണ് ഏത്? സൗദി അറേബ്യ. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ 16% റഷ്യയിൽ നിന്നാണ്. ഓക്കെ, 16% എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. നമുക്കിതൊന്നും അറിയത്തില്ല. കാര്യം നമ്മളുടെ വിചാരം എല്ലാം സൗദി അറേബ്യ, ദുബായിൽ നിന്നാണ് ഇറക്കുന്നതാണ് നമ്മുടെ വിചാരം. പക്ഷെ 1ാം സ്ഥാനത്ത് ഇറാഖാണ്. 2ാം സ്ഥാനത്തേ ഉള്ളൂ ആര്? സൗദി അറേബ്യ. 3ാം സ്ഥാനത്താണ് ആര്? നമ്മുടെ റഷ്യ. 3ാം സ്ഥാനത്താണ് നമ്മുടെ റഷ്യയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 2 മെഡലുകൾ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരാണ്? ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 2 മെഡലുകൾ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് വിനേഷ് ഫോഗട്ട് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആരാണ്? വിനേഷ് ഫോഗട്ട്. ഓക്കെ, അപ്പൊ വിനേഷ് ഫോഗട്ട് ആണ് ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 2 മെഡലുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരമാരാണ്? നമ്മുടെ വിനേഷ് ഫോഗട്ട് ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ അതിൽ റിലേറ്റഡ് ഫാക്ടുകളൊന്നും ഇല്ല, ഒരുപാട് അങ്ങനെ വരുന്നില്ല. പിന്നെ നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം എന്ന് പറയാം നമുക്ക് വിനേഷ് ഫോഗട്ടിനെ. അങ്ങനെയാണ് കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വിനേഷ് ഫോഗട്ട് ആണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ 2019 ഒരു പോയിന്റ് ഉണ്ട്. 2019 ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് എന്താണ്? 2019 ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ അത്ലറ്റും ആര് തന്നെയാണ്? വിനേഷ് ഫോഗട്ട് ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ വിനേഷ് ഫോഗട്ടിനെ കുറിച്ച് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളതായിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി എവിടെയാണെന്ന് അറിയാമോ? ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന എവിടെയാണെന്ന് അറിയാമോ? അത് തെലങ്കാനയിലാണ്. എവിടെ നമ്മൾ പ്രതീക്ഷിക്കത്തില്ല, പക്ഷെ അതാണ് വിഷയം. ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി വരുന്ന എവിടെയാണ്? തെലങ്കാനയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നതെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആരാണെന്ന് അറിയാമോ? ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ അറിയാമോ? ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ജാവേദ് പയേങ് ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പേരെന്ന് ശ്രദ്ധിക്കുക, ഒരു കോംപ്ലക്സ് പേരാണ്. ജാവേദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ജാവേദ് പായേങ്. ഓക്കെ, ജാവേദ് പായേങ് ആണ് ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി എവിടെയാണെന്ന് വെച്ചാൽ തെലങ്കാനയിലാണ്. ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ജാവേദ് പായേങ്ങിനെയാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം ഒരു പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ആണ്. 2024 എന്നാണ്. 24 വർഷത്തെ ടെന്നീസ് കരിയർ അവസാനിപ്പിച്ച് വിരമിക്കൽ പ്രഖ്യാപിച്ച ലോക ടെന്നീസ് ഇതിഹാസമായ സ്വിസ് താരമാരെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, 24 വർഷത്തെ ടെന്നീസ് കരിയർ അവസാനിപ്പിച്ച് വിരമിക്കൽ പ്രഖ്യാപിച്ച ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെന്നീസ് ഇതിഹാസമായിട്ടുള്ള സ്വിസ് താരമാരെന്ന് ചോദിച്ചാൽ ആരാണ്? റോജർ ഫെഡറർ ആണ്. അല്ലെ, നമുക്കറിയാം ആരാണ്? റോജർ
ഫെഡറർ. ഓക്കെ, റോജർ ഫെഡറർ ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ 24 വർഷത്തെ ടെന്നീസ് കരിയർ ആണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ഇപ്പോ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു സ്വിസ് താരമാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് റോജർ ഫെഡററിന്റെ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ലണ്ടനിൽ വെച്ച് നടന്നിട്ടുണ്ട് ലാവിയർ കപ്പില് നദാലിനൊപ്പം കളിച്ച ഡബിൾസ് മത്സരം, അല്ലെങ്കിൽ അവസാനത്തെ മത്സരമാണ് നമ്മുടെ ലണ്ടനിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നതാണ് നമ്മുടെ ഈ ഒരു റോജർ ഫെഡററിന്റെ അവസാന മത്സരം. അപ്പൊ ഇതില് അദ്ദേഹത്തിനായിട്ട് കോമ്പീറ്റ് ചെയ്ത ആരെന്ന് വെച്ചാൽ ജാക്ക് സോക്ക് ആണ് കേട്ടോ. ജാക്ക് സോക്ക് എന്ന് പറയുന്ന ആളാണ്, ജാക്ക് സോക്ക്, GACK ഓക്കെ. അപ്പൊ ജാക്ക് സോക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ റോജർ ഫെഡററുമായിട്ട് അവസാനമായി മത്സരിച്ച വ്യക്തിയാണ് ജാക്ക് സോക്ക്. ഇദ്ദേഹം ഒരു ഫ്രഞ്ച് താരം, അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നുള്ള വ്യക്തിയാണ് ആര്, ജാക്ക് സോക്ക് കേട്ടോ. അപ്പൊ ജാക്ക് സോക്കും റോജർ ഫെഡററുമായിട്ടായിരുന്നു അവസാന മത്സരം. പക്ഷെ അതിലെ റോജർ ഫെഡറർ തോക്കേണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവസാന മത്സരം റോജർ ഫെഡറർ തോറ്റു. ഓക്കെ, അതുപോലെ തന്നെ 14 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടി പീറ്റ് സാംപ്രസ് റെക്കോർഡ് നേടിയ പീറ്റ് സാംപ്രസിന്റെ റെക്കോർഡ് ആദ്യം മറികടക്കുന്നത് നമ്മുടെ റോജർ ഫെഡറർ ആണ്. അപ്പൊ റോജർ ഫെഡറർ നിലവിൽ എത്ര ഗ്രാൻഡ് സ്ലാം നേടിയിട്ടുണ്ട്, 14 ഗ്രാൻഡ് സ്ലാം കേട്ടോ. 14 ഗ്രാൻഡ് സ്ലാം ആണ് റോജർ ഫെഡറർ നിലവിൽ നേടിയിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം പീറ്റ് സാംപ്രസിന്റെ റെക്കോർഡ് എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം മറികടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ, അല്ലെങ്കിൽ ഗ്രാൻഡ് സ്ലാമിലെ നേട്ടങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കരിയറിൽ നിലവിലാകെ 20 ഗ്രാൻഡ് സ്ലാമുകളാണ് നിലവിൽ ഇപ്പോ റോജർ ഫെഡറർ നേടുന്നത്. 14 ഗ്രാൻഡ് സ്ലാം നേടിക്കൊണ്ട് അദ്ദേഹം പീറ്റ് സാംപ്രസിന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. നിലവിൽ ഇദ്ദേഹത്തിന് 20 ഗ്രാൻഡ് സ്ലാം അവാർഡുകളാണ് നമ്മുടെ റോജർ ഫെഡററിന് ഉള്ളത് എന്നുകൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ വിംബിൾഡൺ കിരീടത്തിന്റെ നേട്ടങ്ങൾ ചോദിക്കുകയാണെങ്കിൽ 8 എണ്ണമാണ്. 8 വിംബിൾഡൺ ആർക്ക് ലഭിച്ചിട്ടുണ്ട്, വിംബിൾഡൺ. ഓക്കെ, അപ്പൊ 8 വിംബിൾഡൺ കിരീടം നമ്മുടെ റോജർ ഫെഡററിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോ 20 ഗ്രാൻഡ് സ്ലാം, 8 വിംബിൾഡൺ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓസ്ട്രേലിയൻ ഓപ്പൺ നിങ്ങൾക്ക് അറിയാലോ, ഓസ്ട്രേലിയൻ ഓപ്പൺ. ഓക്കെ, ഓസ്ട്രേലിയൻ ഓപ്പൺ എത്ര എണ്ണം കിട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ, 6 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ 6 ഓസ്ട്രേലിയൻ ഓപ്പൺ ലഭിച്ചിട്ടുണ്ട്. US ഓപ്പൺ അറിയാലോ, US ഓപ്പൺ. എത്ര US ഓപ്പൺ ലഭിച്ചിട്ടുണ്ടെന്ന് അറിയാമോ, എത്ര US ഓപ്പൺ ആണ്, 5 US ഓപ്പൺ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 2009 ഫ്രഞ്ച് ഓപ്പൺ കിരീടവും റോജർ ഫെഡറർ കരസ്ഥമാക്കിയിട്ടുണ്ട്. 2009 ഫ്രഞ്ച് ഓപ്പൺ കിരീടം ആർക്ക് ലഭിക്കുന്നത്, നമ്മുടെ റോജർ ഫെഡറർ ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ 310 ആഴ്ചകൾ എന്ത് ചെയ്യുന്നുണ്ട്, ലോക 1-ാം നമ്പർ താരം ആരായിരുന്നു, നമ്മുടെ റോജർ ഫെഡറർ ആയിരുന്നല്ലോ. 310 ആഴ്ചകൾ കണ്ടിന്യൂസ് ആയിട്ട് ലോകത്തിലെ 1-ാം നമ്പർ താരം ആരായിരുന്നു, നമ്മുടെ റോജർ ഫെഡറർ ആയിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റോജർ ഫെഡററിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ജാക്ക് സോക്ക്, ഫ്രാൻസിലെ ജാക്ക് സോക്കുമായിട്ടായിരുന്നു അവസാന മത്സരം. 8 വിംബിൾഡൺ, 20 ഗ്രാൻഡ് സ്ലാം, 6 ഓസ്ട്രേലിയൻ ഓപ്പൺ, 5 US ഓപ്പൺ. 2009 അദ്ദേഹത്തിന് ഫ്രഞ്ച് ഓപ്പൺ ലഭിക്കുന്നു. 310 ആഴ്ചകൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ റോജർ ഫെഡറർ 1-ാം സ്ഥാനത്ത്, അല്ലെങ്കിൽ 1-ാം നമ്പർ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റോജർ ഫെഡററിനെ കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ട് സംസാരിക്കാനുള്ളത്. അപ്പൊ എന്തായാലും കറണ്ട് അഫയേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലായി, അതിന്റെ റിലേറ്റഡ് ഫാക്റ്റുകളും ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.